ഗ്ലാമറൊന്നും വേണ്ട. എന്തിനാ ഗ്ലാമർ? പാടുള്ള ചെറുപ്പക്കാരാ ഗ്ലാമർ നോക്കല്ലേ, ഗ്ലാമർ ഒരിക്കലും നോക്കരുത്. എടാ തൊലി വെളുത്തതാ ഹൃദയം കറുത്തതാ, പക്ഷേ തൊലി കറുത്തതാ ഹൃദയം വെളുത്തതാ. അതാ ഒരു സഹോദരൻ പറഞ്ഞു, ഉസ്താദേ ഇന്നിവിടെ ഒരു ഉമ്മ വന്നു എന്നോട് പറഞ്ഞു, ഉസ്താദേ മകളെ കാണാ പലരും വരുന്നുണ്ട്, പക്ഷേ നിറം കറുത്തതിന്റെ പേരിൽ കല്യാണം നടക്കുന്നില്ല. ആ പൊന്നുപെങ്ങൾ ഈ വയലിന്റെ സദസ്സിലുണ്ട്. ആ പൊന്നുമോളോട് പറയുന്നു, സങ്കടപ്പെടല്ലേ, സങ്കടപ്പെടല്ലേ, കറുപ്പിന്റെ വില നിനക്കറിയാഞ്ഞിട്ടാ, കറുപ്പിന്റെ വില നിനക്കറിയാഞ്ഞിട്ടാ. പടച്ചവനെ, നിറം കറുത്തതിന്റെ പേരില് ഒറ്റപ്പെടുത്തുന്ന ചെറുപ്പക്കാരുണ്ടല്ലോ. പാടുള്ള നിറം കറുത്തു പോയ ചെറുപ്പക്കാരോട് പറയുകയാ, എന്തിനാ മോനെ പേടിക്കുന്നത്, എന്തിനാ മോനെ പേടിക്കുന്നത്? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരിക്കൽ മസ്ജിദ് നബവിക്കകത്തേക്ക് കടന്നു ചെന്നപ്പോ അതാ ഒരു ചെറുപ്പക്കാരൻ പള്ളിക്കകത്തിരുന്ന് കരയുകയാ, ഒരു പള്ളിക്കകത്ത് സങ്കടത്തോടെ ഇരിക്കുകയാ. നബി തങ്ങൾ ചോദിക്കുന്നു, മോനെ എന്തു പറ്റി മോനെ, നിന്റെ മുഖത്ത് വല്ലാത്ത ദുഃഖം കാണുന്നല്ലോ. ചെറുപ്പക്കാരൻ നബി തങ്ങളോടൊന്നും പറഞ്ഞില്ല. നബി തങ്ങൾ ചോദിക്കുന്നു, എന്തു പറ്റി മോനെ? യാ റസൂലല്ലാഹ്, സ്വർഗത്തിൽ പോകണമെങ്കിൽ ഗ്ലാമർ വേണോ നബിയേ? വെളുത്തവര് മാത്രമേ സ്വർഗത്തിലേക്ക് പോകുവോ? അല്ലാഹുവിന്റെ റസൂലിന്റെ കൺതടം നിറയുകയാ. എന്തേ മോനെ അങ്ങനെ ചോദിച്ചതെന്തേ മോനെ? യാ റസൂലല്ലാഹ്, നിറം കറുത്തതിന്റെ പേരില് ഒരു പെണ്ണും എന്നെ ഇഷ്ടപ്പെടുന്നില്ല നബിയേ, എനിക്ക് പെണ്ണിനെ കെട്ടിച്ചു തരുന്നില്ല നബിയേ. എന്തിനാ കരയുന്നതെന്നറിയോ? നാളെ സ്വർഗത്തിൽ നിന്നും കറുത്തുപോയതിന്റെ പേരിൽ അല്ലാഹു എന്നെ പുറത്താക്കുമോ നബിയേ? കരഞ്ഞുകൊണ്ട് പറയുമ്പോ നബി തങ്ങൾ പറഞ്ഞ മറുപടിയാ, ചെറുപ്പക്കാരാ, ഗ്ലാമറില്ലാത്ത പെണ്ണുകള് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? മോനെ, നാല് കറുത്തവര് സ്വർഗത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. നാല് കറുത്തവരുണ്ടല്ലോ, നാല് കറുത്തവരുണ്ടല്ലോ, അവര് സ്വർഗത്തിന്റെ നേതാക്കന്മാരാ.